പരിശുദ്ധനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങൾക്ക് ഇന്ന് വരെയും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തി അങ്ങയുടെ കരുണകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, വേദനകളുടെ, ദുഃഖങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ കൃപയും സാന്നിധ്യം ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തി. നിൻ്റെ നാമത്തെ അറിയുന്നവർ, നിങ്ങൾ ആശ്രയിക്കുകയും യഹോവ തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല എന്ന് തിരുവചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഞങ്ങളെ ഉപേക്ഷിക്കാത്ത സർവ്വശക്തനായ ദൈവം ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തി ഇനിയും നടത്താൻ ശക്തൻ. അങ്ങയുടെ കരങ്ങളിലേക്ക് വിനയപൂർവ്വം ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണമേ, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണമേ. സർവ്വശക്തനായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ജോലി അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. ജോലി ചെയ്യുന്ന സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. സർവ്വശക്തനായ ദൈവമേ, പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ചെറുതും വലുതുമായി ഏത് രോഗവും മാറ്റാൻ കഴിവുള്ള സർവ്വശക്തനായ ദൈവം, നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും സൗഖ്യമാക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, നീ വലിയവനാണ്, ആരെയും കൈവിടുന്നവനല്ല. വേദനിക്കുന്നവൻ്റെ വേദനയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണ്. വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്നവനാണ്. സർവ്വശക്തനായ ദൈവമേ, നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ചികിത്സിക്കാൻ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മക്കളും ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ. നിൻ്റെ മക്കളുടെ അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം നൽകിയ നിൻ്റെ മക്കളെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത മക്കളുണ്ട്. സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന, ഭവനം പണി പൂർത്തിയാക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗം എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ലോകം അനുഗ്രഹിക്കപ്പെട്ട സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ലോകമായി മാറാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സർവ്വശക്തനായ ദൈവമേ, ഈ നിമിഷം നിൻ്റെ സന്നിധിയിൽ ഹൃദയവേദനയോടെ നിൽക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.